എന്താണ്? അപ്പൊ അടിപൊളിയായിട്ട് നമ്മളിപ്പോ കുപ്പിയിൽ എത്ര സഞ്ചിയിൽ എത്ര എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. മാത്രമല്ല നമ്മുടെ ആനുവൽ എക്സാമിന്റെ ഡേറ്റുകളും ടൈം ടേബിളും ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ റിവിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈമാണ് അല്ലേ? അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ആയിട്ട് പ്രധാനപ്പെട്ട എക്സാമിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നോക്കിയാലോ അല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ലേജുവും അച്ഛനും എന്ത് ചെയ്തു? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ. എന്തൊക്കെയുണ്ട്? അരിയുണ്ട് 10 കിലോ, ആട്ട 5 കിലോ, റവ 2 കിലോഗ്രാം, പഞ്ചസാര 2 കിലോഗ്രാം, അരിപ്പൊടി 2 കിലോഗ്രാം, ചെറുപയർ 1 കിലോഗ്രാം. സാധനങ്ങൾ ഞാൻ എടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പൊ ലേജുകുട്ടി എന്ത് പറഞ്ഞു? നമുക്ക് ഓട്ടോ വിളിച്ചാലോ എന്ന് നമ്മുടെ ലേജുകുട്ടി ചോദിച്ചു അല്ലേ? സോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെയൊക്കെ ഭാരം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഇത്രയും സാധനങ്ങളല്ലേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആഡ് ചെയ്താൽ മതി, അഥവാ നമ്മൾ കൂട്ടിയാൽ മതി അല്ലേ? അപ്പൊ ഏതിനൊക്കെയാണ് നമ്മൾ കൂട്ടേണ്ടത്? യെസ്, നമ്മള് 10 കൂട്ടണം അല്ലെ? 10 കിലോഗ്രാം പ്ലസ് 5 കിലോഗ്രാം പ്ലസ് 2 കിലോഗ്രാം പ്ലസ് 1 കിലോഗ്രാം പ്ലസ് 2 കിലോഗ്രാം പ്ലസ് 1. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അവര് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എത്രയാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള ഒരു കണക്ക്, നമുക്ക് എത്ര കിലോഗ്രാം ആണ് അത് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള ഒരു കണക്ക് നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 5 പ്ലസ് 2 7 ആണ്. 7നോട് 1 കൂട്ടിയാൽ 8, 8 പ്ലസ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 8നോട് 2 കൂട്ടിയാൽ 10, 10നോട് 1 കൂട്ടിയാൽ 11. 1ഉം 1ഉം എത്രയാണ്? 2. സോ 21 കിലോഗ്രാം ആണ് ആകെ ആയത് അല്ലെ? 21 കിലോഗ്രാം ആണ് ടോട്ടൽ ആയിട്ടുള്ളത് അവര് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എക്സസൈസുകളിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ടൈപ്പ് ആയ ഒരു ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. സോ ലേജൂസ് ഹൗസ് ഇസ് ടു ബി പെയിന്റഡ്. ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് പെയിന്റ്. വാട്ട്? ലേജുവിന്റെ വീട് എന്ത് ചെയ്യാൻ പോവാണ്? പെയിന്റ് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എത്ര ലിറ്റർ ആണ് അവർ ഓരോ പെയിന്റും വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതിന്റെ കണക്കാണ് താഴെയുള്ള ഈ ഒരു ടേബിളിൽ തന്നിട്ടുള്ളത്. പെയിന്റിന്റെ നിറം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വെള്ള 20 ലിറ്റർ, പച്ച 5 ലിറ്റർ, മഞ്ഞ 5 ലിറ്റർ, വയലറ്റ് 1 ലിറ്റർ, നീല 2 ലിറ്റർ. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആകെ എത്ര പെയിന്റ് വാങ്ങി? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെയിന്റ് ഡിഡ് ദേ ബൈ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 25 പിന്നെ ഒരു 5 1 2 ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എത്ര പെയിന്റ് ആണ് വേണ്ടി വന്നത്, ടോട്ടൽ എത്ര പെയിന്റ് ആണ് അവർ വാങ്ങിയത് എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടും അല്ലേ? സോ 5ഉം 5ഉം എത്രയാണ്? 10. 10ഉം 1ഉം 11, 11ഉം 2ഉം എന്ന് പറയുന്നത് യെസ് 11ഉം 2ഉം 13 ആണ്. 2ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 33. അപ്പൊ ആകെ എത്രയാണ്? 33 ലിറ്റേഴ്സ് ആണ് ആകെ എന്ന് നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ടോട്ടൽ എന്ന് പറയുന്നത് 33 ലിറ്റേഴ്സ് ആണ് നമ്മുടെ പെയിന്റ് എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.